ഗസ സിറ്റി പിടിച്ചെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ച് ഇസ്രായേൽ. പലസ്തീനികളെ ബലമായി തെക്കൻ ഗസയിലേക്ക് മാറ്റുന്നത് തുടരുന്നു. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മാത്രം ഭക്ഷണം കാത്തുനിന്ന 24 പേരുൾപ്പെടെ 60-ലേറെ പലസ്തീനികൾ ഇന്ന് കൊല്ലപ്പെട്ടു. യമനിലെ ഹൂതികൾ മിസൈൽ അയച്ചതിനെ തുടർന്ന് ഇസ്രായേലിലെ ബെൻഗുറിയോൺ എയർപോർട്ട് പ്രവർത്തനം നിർത്തിവെച്ചു. അൽ-ആഗ്ലി ബാസ്റ്റിക് ആശുപത്രിക്ക് നേരെ വീണ്ടും ആക്രമണം, 7 പേർ കൊല്ലപ്പെട്ടു. MC നാസർ ചേരുന്നുണ്ട്. നാസർ, ആക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണം കാത്തു നിൽക്കുന്നവർ, പട്ടിണി മരണം, ഇതെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. എന്താണ് ഗസയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇന്നലെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് മുതലാണ് കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണത്തിലേക്ക് ഇസ്രായേൽ നീങ്ങിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഗസ സിറ്റി ഒഴിപ്പിക്കുക, അവിടെ നിന്ന് പലസ്തീനികളെ തെക്കൻ ഗസയിലെ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഒരുക്കി അവിടേക്ക് മാറ്റുക എന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു വംശഹത്യാ പദ്ധതിയാണ് ഇസ്രായേൽ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇന്നലെയും ഇന്നും ഒക്കെ വ്യാപകമായ ആക്രമണങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസങ്ങളിലായിട്ട് ഏതാണ്ട് 150-ലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ അൽ-അഹ്ലി ആശുപത്രിക്ക് നേരെ വീണ്ടും ആക്രമണം നടക്കുകയും 7 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തത്. ജെറൂസലം രൂപത നടത്തുന്ന ഒരു ആശുപത്രിയാണ്. നേരത്തെ ഇതിനെതിരെ ആക്രമണം നടന്നപ്പോൾ പോപ്പ് ഉൾപ്പെടെയുള്ളവർ അതിശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അത് തങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ് എന്നായിരുന്നു ഇസ്രായേൽ സൈനിക നേതൃത്വം വ്യക്തമാക്കിയിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഗസയിലെ ഈ അൽ-അഹ്ലി ആശുപത്രി പൂർണ്ണമായിട്ടും തകർക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് വീണ്ടും ആക്രമണം നടന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഗസയിൽ അവശേഷിച്ച ആശുപത്രികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്. ഇതും കൂടി തകർക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഒരു ചികിത്സാ സംവിധാനങ്ങൾ പോലും വളരെ പരിമിതമായ സ്വഭാവത്തിൽ മാത്രമായിട്ട് തീരും. അപ്പോൾ കൃത്യമായിട്ടുള്ള അവിടെ നിന്ന് ആളുകളെ പൂർണ്ണമായിട്ടും ഒഴിപ്പിക്കാനുള്ള പല നീക്കങ്ങളിൽ ഒന്ന് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ആശുപത്രികൾക്കെതിരെ വീണ്ടും ആക്രമണ പദ്ധതിയുമായിട്ട് ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭാഗങ്ങളിലേക്കുള്ള ഭക്ഷ്യവിതരണവും മറ്റും പൂർണ്ണമായിട്ട് തടയാനുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട്. അപ്പോൾ അതുമൂലം ദുരിതത്തിലാവുന്ന മനുഷ്യർ പൂർണ്ണമായിട്ടും ഗസ സിറ്റി വിട്ടുപോവുകയും അങ്ങനെ തെക്കൻ ഗസയിൽ പൂർണ്ണമായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് രൂപപ്പെടുത്തി അവിടേക്ക് ആളുകളെ മാറ്റാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കത്തിന്റെ ഒരു തുടക്കമാണ് ഇന്നു മുതൽ ഇന്നും ഇന്നലെയുമായി ആരംഭിച്ചിരിക്കുന്നത്. ധന്യ. മറ്റൊരു കാര്യം, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ എങ്ങോട്ടും കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ്. ലോകരാജ്യങ്ങളെപ്പാടും ഈ ആക്രമണത്തിന്റെ വിവരങ്ങളിൽ അസ്വസ്ഥരാണ് എന്നുള്ളത് നമുക്ക് കാണാം. പല കോണുകളിൽ നിന്ന് ഇതിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ഇസ്രായേലിനകത്ത് പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊന്നും ഇനിയൊരു ചർച്ചയിലേക്കോ ഇല്ലെങ്കിൽ പിന്മാറാമെന്നോ ഉള്ള ഉദ്ദേശം ഇസ്രായേലിനില്ല, നെതന്യാഹുവിനില്ല എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുകയാണ്. അമേരിക്കയുടെ ഇടപെടൽ ഏത് രീതിയിൽ ഇനി ഉണ്ടാകും വിഷയത്തിൽ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിന്റെ വിവരങ്ങൾ ഇതിന് അല്പം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. അതിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം ഒരു നിലക്കും അനുവദിക്കുന്ന സാഹചര്യം വരുന്നില്ല. അത് ആര് തന്നെ ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്നോ അതല്ല ഇസ്രായേലിന്റെ പുറത്തു നിന്നോ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നോ ഏത് നിലയ്ക്കുള്ള സമ്മർദ്ദം വന്നാലും തങ്ങൾ അത് ഒരു നിലയ്ക്കും തന്നെ ഈ സ്വതന്ത്രമായിട്ടുള്ള ഒരു പലസ്തീൻ രാഷ്ട്രത്തെ പിന്നെ അത്തരമൊരു രാഷ്ട്രത്തിന്റെ പിറവിക്ക് ഒരു നിലക്കും തങ്ങൾ അനുമതി നൽകുകയില്ല. അത്തരം ഏത് നീക്കങ്ങളെയും തങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ തകർക്കുന്ന ഒരു സമീപനമായിരിക്കും കൈക്കൊള്ളുക എന്നുകൂടി നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം അടുത്ത മാസമാണ് UN പൊതുസഭാ സമ്മേളനം ചേരാനിരിക്കുന്നത്. ഭൂരിഭാഗം യൂറോപ്യൻ രാജ്യങ്ങളും ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇതേ നിലപാടായിരുന്നു പ്രഖ്യാപിച്ചത്. പക്ഷേ അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരമൊരു നിലപാട് ഈ യൂറോപ്യൻ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങളും കൈക്കൊള്ളുന്നതിന്റെ അർത്ഥം അത് ഹമാസിന് കൂടുതൽ ഉത്തേജനം നൽകുന്ന ഒരു സമീപനമായിരിക്കും. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് അത് ഭീഷണിയാവും. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ അത്തരമൊരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം എന്ന ഒരു അത്തരമൊരു രാഷ്ട്രത്തിന് പിന്തുണ നൽകുന്ന സമീപനത്തിൽ നിന്ന് നീക്കങ്ങളിൽ നിന്ന് ഈ രാജ്യങ്ങളൊക്കെ വിട്ടുനിൽക്കണമെന്നുകൂടി ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ അടുത്ത മാസം ഈ UN പൊതുസഭാ സമ്മേളനത്തിന് മുമ്പാകെ പരമാവധി രാജ്യങ്ങളുടെ പിന്തുണ തേടി ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാക്കാനുള്ള പലസ്തീൻ സമൂഹത്തിന്റെയും അറബ് മുസ്ലിം രാജ്യങ്ങളുടെയും അതോടൊപ്പം തന്നെ അനുകൂല സൗഹൃദ രാജ്യങ്ങളുടെയും നീക്കം
വലിയ തോതിൽ വിജയിക്കാനുള്ള ഒരു സാധ്യതയ്ക്ക് പോലും മങ്ങലേറ്റിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്ക കൈക്കൊള്ളുന്ന നയതന്ത്ര നീക്കങ്ങൾ തന്നെയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയെ പിണക്കിക്കൊണ്ട് ഒരു നിലപാടെടുക്കാൻ നിലവിലുള്ള സാഹചര്യത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധം ഏതെങ്കിലും അർത്ഥത്തിൽ പിന്നെ ഒരു പരിഹാരത്തിലേക്ക് യുക്രൈൻ റഷ്യ യുദ്ധം മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വെച്ച് കൂടുതൽ വിലപേശാൻ ട്രംപ് ഭരണകൂടത്തിന് സാധിക്കും. എന്തായാലും ഗസയിൽ നിലവിലുള്ള ഈ വംശഹത്യാ പദ്ധതിയെ നിന്ന് ഒരു പുനഃപരിശോധനയ്ക്ക് അമേരിക്കൻ നേതൃത്വം തയ്യാറാകുന്നതിന്റെ ഒരു സൂചന പോലും ഇപ്പോൾ ലഭ്യമല്ല.